എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ ശ്രീ പൂർണ്ണത്രയീശൻ്റെ സന്താന ഗോപാല കഥയാണ് വിവരിക്കുവാനായിട്ട് പോകുന്നത്. പൂർണ്ണാതിമോദമൊടു ഭക്തരെ രക്ഷ ചെയ്യുവാൻ പൂർണ്ണാലയത്തിലമരുന്നൊരു പത്മനാഭ, പൂർണ്ണപ്രമോദമടിയൻ്റെ മനോനഭസിൽ പൂർണ്ണത്രയീശ പരിചോടു വിളങ്ങിടേണേ. ശ്രീ പൂർണ്ണത്രയീശ ശരണം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താന ഗോപാല കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ കഥ. ആ കഥ ഇന്ന് ഇവിടെ വിവരിക്കുവാൻ പോവുകയാണ്. ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിൽ എത്തുകയുണ്ടായി. തൻ്റെ സുഹൃത്തിനെ ഭഗവാൻ അല്പദിവസം തനിക്കൊപ്പം താമസിക്കാനായിട്ട് അനുവദിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ മൃതദേഹവും കൊണ്ട് വരികയുണ്ടായി. തൻ്റെ 9ാമത്തെ കുട്ടിയാണിതെന്നും മുമ്പുണ്ടായ 8 പേരും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചു പോവുകയാണ് ഉണ്ടായതെന്നും ഇതിനെല്ലാം കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇനി ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും അർജുനൻ പ്രഖ്യാപിക്കുക ഉണ്ടായി. ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല. എന്നാൽ അർജുനൻ തുടർച്ചയായി അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അർജുനൻ്റെ ആവശ്യം അംഗീകരിച്ചു. 10ാമത്തെ കുട്ടിയും മരിക്കുകയാണെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ പ്രഖ്യാപിച്ചു. അങ്ങനെയിരിക്കെ ആ ബ്രാഹ്മണൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. അർജുനൻ തൻ്റെ കുട്ടിയെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും തൻ്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത അർജുനൻ പ്രസവം അവിടെ വച്ചാകാമെന്നും ബ്രാഹ്മണ പത്നിയെ അറിയിച്ചു. അതനുസരിച്ച് പ്രസവത്തിനായിട്ട് അവർ അങ്ങോട്ടേക്ക് താമസം മാറ്റി. അവസാനം ബ്രാഹ്മണ പത്നി വീണ്ടും പ്രസവിച്ചു. എന്നാൽ ഇത്തവണയും കുട്ടി മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതറിഞ്ഞ ബ്രാഹ്മണൻ അർജുനനെ അവിടെ നിന്നും ഓടിച്ചു വിടുകയുണ്ടായി. ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതനുസരിച്ച് അദ്ദേഹം ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് തീക്കുണ്ടം സൃഷ്ടിച്ച് അതിൽ ചാടാനായിട്ട് തയ്യാറായി. ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ചെയ്യരുതെന്നും കുട്ടികളെല്ലാവരും വൈകുണ്ഠത്തിലുണ്ടെന്നും അർജുനനെ അറിയിച്ചു. അതനുസരിച്ച് ഇരുവരും വൈകുണ്ഠത്തിലേക്ക് പോകുകയുണ്ടായി. തൻ്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്ന് 10 കുട്ടികളെയും മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ച് ഭൂമിയിലേക്ക് വരികയും അവരെ ദമ്പതികളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ അവർക്ക് മഹാവിഷ്ണു ഭഗവാന്റെ ഒരു വിഗ്രഹവും അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ആ പ്രതിഷ്ഠയാണ് ഇന്ന് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉള്ളത്. അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ സന്താന ഗോപാല അർച്ചന നടത്തുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഗുണകരമാണെന്ന് വിശ്വാസവും ഉണ്ട്. മാതാപിതാക്കൾ കുട്ടികളുമായി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ബാലാരിഷ്ടതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അനുഗ്രഹമാണെന്നും കുട്ടികൾക്ക് ആപത്തുകൾ ഉണ്ടാകാതിരിക്കുവാനും നല്ലതാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. സന്താന ഗോപാല ബ്രാഹ്മണൻ്റെ
കുടുംബമാണ് ഇന്ന് അറിയപ്പെടുന്ന തന്ത്രി കുടുംബമായ തൃപ്പൂണിത്തുറയിലെ എരൂര് ഉള്ള പുലിയന്നൂർ മന. വൈകുണ്ഠത്തിലെ പോലെ പൂർണ്ണതയുള്ള ഭഗവാൻ പൂർണ്ണത്രയീശൻ എന്ന് അറിയപ്പെട്ടു. ഇതാണ് പൂർണ്ണത്രയീശൻ്റെ സന്താന ഗോപാല കഥ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.